ഇന്ന് നേഷൻ ഫസ്റ്റിൽ അതിഥിയായിട്ടുള്ളത് ഇടതുപക്ഷ അനുഭാവിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ആകാശാണ്. നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസമായിരുന്നു VS അച്യുതാനന്ദന്, മരണപ്പെട്ട മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ നൽകി കേന്ദ്രം ആദരിച്ചിരുന്നത്. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും ഇത്തരത്തിൽ പത്മഭൂഷൺ നൽകി ആദരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈഴവ വോട്ടുകൾ സമാഹരിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി അവർ പറയുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരത്തിൽ കർപ്പൂരി താക്കൂറിന് നൽകിയ ഭാരത് രത്ന അവാർഡാണ് ഇതിന് ഉദാഹരണമായി പലരും മുന്നോട്ട് വെക്കുന്നത്. യഥാർത്ഥത്തിൽ ഈഴവ വോട്ടുകൾ സമാഹരിക്കാനുള്ള BJPയുടെ നീക്കം തന്നെയാണോ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്? ആദ്യമായി പറയാനുള്ളത് ഈ BS-ന് പത്മവിഭൂഷൺ കൊടുക്കുമ്പോ ഈ ഈഴവ വോട്ടുകൾ സമാഹരിക്കപ്പെടും എന്ന് ഏതെങ്കിലും BJP-കാരൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ നോർത്തിലുള്ള കേരളത്തെ അറിയാത്ത BJP-കാരുടെ സ്വപ്നമാവാനേ സാധ്യതയുള്ളൂ. എന്താ കാരണം BS എന്ന് പറയുന്നത് കേരളത്തിൽ കേവലം ഒരു ഈഴവ നേതാവ്, അല്ലെങ്കിൽ BS മരിക്കുന്നത് വരെയോ അതിനു മുന്നെയോ അതിനുശേഷമോ ഒന്നും BS എന്ന രാഷ്ട്രീയ അധികാരന്റെ ജാതി കേരളത്തിന് മനസ്സിലില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ പക്ഷെ അത് നമ്മൾ പറയുമ്പോഴും BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പത്മ അവാർഡുകളുടെ പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. തികച്ചും സ്വാഭാവികമായും നമ്മൾ അർഹരെന്ന് കരുതുന്ന ഒരുപാട് പേർക്ക് നൽകുമ്പോഴും അതാത് വർഷങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ പാറ്റേൺ നമുക്ക് ഈ പത്മ അവാർഡുകൾ വരച്ച് കാട്ടപ്പെടാറുണ്ട്. പോലൊരു പാറ്റേൺ ഈ 2026 പത്മ അവാർഡിലും നമുക്ക് കാണാൻ സാധിക്കും. കാര്യം പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ അവാർഡുകൾ ഈ വർഷത്തെ എടുത്താല് ഏറ്റവും കൂടുതൽ അവാർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് 13 പേർക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ളവർക്കാണ്, 11 പേര് വെസ്റ്റ് ബംഗാളിലാണ്, 8 പേര് കേരളത്തിലാണ്. ഇതിലെ പൃഥ്വിരാജ് പറയും പോലെ ഡോണ്ട് യു സീ ദ ഐറണി, ഡോണ്ട് യു എന്നൊക്കെ പറയും പോലെ ഈ 3 സംസ്ഥാനങ്ങളിലുമാണ് ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരാനുള്ളത്. ഇത് ഈ പറയുന്ന പോലെ ഈ നമ്മൾ ഈ സാമം ഭേദം ദണ്ണം എന്നൊക്കെ പറയുന്നത് പോലെ ഒന്നെങ്കിൽ നമ്മൾ ED-യെ കൊണ്ട് കേസെടുപ്പിച്ച് ജയിലിലാക്കും, ഇല്ലെങ്കിൽ നമ്മൾ പത്മ അവാർഡുകൾ കൊടുത്തൊന്ന് തലോതി നോക്കും എന്ന് പറയുന്ന കേസാണ്. ഇതില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളം ഈ വർഷം കൊടുത്ത റെക്കമെൻഡേഷൻസില് VS-ന്റെയോ വെള്ളാപ്പള്ളിയുടെയോ പേരുകളില്ല എന്നുള്ളതാണ്. അപ്പൊ കേന്ദ്രത്തിലെ തന്നെ ആളുകൾ തീരുമാനിച്ച് ഇത് കൊടുക്കുന്നു എന്നുള്ളത് ഇത് ന്യൂസിൽ വരാനുള്ള ഒരു പരിപാടിയാണ്. കാരണം ചരിത്രം അറിയാത്തവരായിരിക്കില്ല കേന്ദ്രത്തിലെ പത്മ അവാർഡ് നിർണയിക്കുന്ന ആളുകളോ കമ്മിറ്റിയോ എന്നുള്ളത്. കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ ഇപ്പൊ 1990-കളിൽ EMS ആയാലും, പിന്നെ ഭാരത് എന്ന കൊടുക്കാൻ ജ്യോതി ബസുവിനോട് ചോദിക്കുമ്പോൾ 2022 ഇതേ BJP സർക്കാരിന് ബംഗാൾ ബുദ്ധദേവ് ഭട്ടാചാര്യക്ക് പത്മഭൂഷൺ നൽകാൻ തീരുമാനിക്കുമ്പോഴൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെയും ഈ അവാർഡുകൾ നിഷേധിച്ചവരാണ്. അതിന് വളരെ കൺവിൻസിംഗ് ആയ ഒരു കാരണവും ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് കാര്യം ഭരണകൂടം നൽകുന്ന അവാർഡുകൾക്ക് വേണ്ടിയല്ല ഈ രാജ്യത്തെയോ ലോകത്തെയോ ഒരു കമ്മ്യൂണിസ്റ്റും പ്രവർത്തിക്കുന്നത്, മറിച്ച് അവർ ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളുടെ കീഴിൽ പ്രവർത്തനങ്ങളാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏറ്റവും വലിയ അവാർഡ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇത്രയുമൊക്കെ അറിഞ്ഞിട്ടും ഈ BS-ന് കൊടുക്കുന്നത് കേവലം ഈ ഒരു ഈഴവ വോട്ടുകൾ കിട്ടാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് എന്തുകൊണ്ട് കേരള സർക്കാർ VS-ന്റെ പേര് റെക്കമെൻഡ് ചെയ്തില്ല എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണ്.
അതെ, തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ എന്നും അദ്ദേഹത്തിന് മായാത്തൊരു സ്ഥാനമുണ്ട്. അതിപ്പോൾ ഒരു ഈ പറയുന്ന ഇടത് സഹയാത്രികനെന്നോ അല്ലെങ്കിൽ LDF-കാരനെന്നോ കമ്മ്യൂണിസ്റ്റുകാരനോ എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് എല്ലാ പാർട്ടികളെയും എല്ലാ രാഷ്ട്രീയത്തെയും വിശ്വസിക്കുന്ന ആളുകൾക്ക് VS-ന് കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ട്. ആ ഒരു ബഹുമാനത്തെ യഥാർത്ഥത്തിൽ ചൂഷണം ചെയ്യുന്ന ഒരു രീതി കൂടിയാണോ ഈ പത്മവിഭൂഷൺ നൽകുന്നതിലൂടെ കേന്ദ്രം ഉദ്ദേശിക്കുന്നത്? ശരിക്കും കേരളത്തിലെ BJP നേതാക്കൾ ഇപ്പൊ BJP നേതൃത്വം ഇപ്പൊ വെകിളി പിടിച്ചൊരു അവസ്ഥയിലാണ്. അതെ. കാരണം ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോ ഇവർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു വിജയം മാത്രമാണ്. കണക്കുകൾ പുറത്തു വരുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും വളരെയധികം വോട്ടുകൾ കുറവാണ് BJPക്ക് സംസ്ഥാനത്തൊട്ടാകെ നേടിയിരിക്കുന്നത്. ഈ ഈ ഈ പറഞ്ഞ വോട്ടുകൾ, ഈ പറഞ്ഞ വോട്ടിംഗ് പാറ്റേൺ തന്നെ നിയമസഭയിലും പ്രതിഫലിച്ചാൽ വീണ്ടും സംപൂജ്യരായി നിയമസഭയ്ക്ക് വെളിയിലിരിക്കാനായിരിക്കും ഈ പറയുന്ന കേരളത്തിലെ BJPക്ക് പറ്റുക എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയൊക്കെ മറയ്ക്കാനുള്ള എന്താ പറയാ, ഇന്ത്യയിൽ ആകമാനമുള്ള BJP കാണിക്കുന്ന ഗിമ്മിക്കിന്റെ ഭാഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കാലത്ത് ഈ പത്മ അവാർഡുകൾക്ക് എന്ത് വിലയാണുള്ളത് എന്ന് ചോദിച്ച വെള്ളാപ്പള്ളിക്ക് തന്നെ ഇപ്രാവശ്യം പത്മഭൂഷൺ കൊടുക്കാൻ, വെള്ളാപ്പള്ളിക്ക് തന്നെ അത് കൊടുക്കാൻ എന്താ കേന്ദ്രം തയ്യാറായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ സംസ്ഥാന അവാർഡ് കൊടുത്ത വേദിയിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യവും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാര്യം കഴിഞ്ഞ 10 വർഷമായി കേരള സർക്കാർ മമ്മൂട്ടി എന്ന കേരളത്തിന്റെ മഹാനടന്റെ പേര് റെക്കമെൻഡ് ചെയ്തിട്ട് പോലും ഈ ഇലക്ഷൻ വന്ന് പതിവാതിൽ നിൽക്കുന്ന വർഷത്തിന്റെ സമയത്ത് മാത്രമാണ് മമ്മൂട്ടിക്ക് ഇത്രയും ദശാബ്ദങ്ങൾക്ക് ശേഷം ഒരു പത്മ അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജാർഖണ്ഡിലേതാണ്. ജാർഖണ്ഡിലെ സംസ്ഥാന രൂപീകരണത്തിന് തന്നെ കാരണക്കാരനായ ഷിബു സോഹന് പത്മഭൂഷൺ ഈ വർഷം നൽകുകയുണ്ടായി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം, ജാർഖണ്ഡിൽ ഇപ്പോഴത്തെ CM ആയ ഹേമന്ത് സോറൻ കേസിൽപ്പെട്ട് ഇതിനു മുന്നേ കുറച്ചു കാലം ജയിലിലായിരുന്നു. അപ്പോ മകൻ നമ്മളോട് നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ ജയിലിലാക്കുന്നു, പിന്നെയും ഒന്ന് നോക്കാൻ വേണ്ടി അച്ഛൻ ഒന്ന് പത്മഭൂഷൺ നൽകി നോക്കുന്നു എന്ന് പറയുന്ന ഒരു പരിപാടിയിലാണ് BJP രാജ്യത്തോ ആകമാനമുള്ളൊരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കളിക്കുന്നത്. പക്ഷേ ബീഹാറിലെയോ ജാർഖണ്ഡിലെയോ പോലെ കേവലം ഒരു പത്മ അവാർഡ് നമുക്ക് ആകമാനം ഇഷ്ടമുള്ള ഒരു നേതാവിന് കൊടുത്തത് കൊണ്ട് BJP നമ്മൾ വിളിച്ച് വീട്ടിൽ കയറ്റില്ല എന്നുള്ള ബോധ്യം BJP നേതാക്കൾക്ക് എന്തായാലും നിയമസഭാ ഇലക്ഷൻ കഴിയുമ്പോൾ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള പത്മ അവാർഡുകൾ നൽകിയതുകൊണ്ട് മാത്രം ജനങ്ങളെ പിടിച്ചെടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് ചിലപ്പോൾ ഇപ്പോൾ അവർക്ക് മനസ്സിലാവില്ലായിരിക്കാം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കൃത്യമായി മനസ്സിലാകുമെന്നാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു.